ഞാൻ ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ ഒരു അധ്യാപികയാണ്. എനിക്ക് പറയാനുള്ളത് ഇവിടെ പറഞ്ഞതിൽ ഏറ്റവും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മിലിറ്ററിയെ പറ്റി ഇവിടെ ക്രിറ്റിസിസം ഉണ്ടായത്. ഒരിക്കലും ശരിയല്ല അത്. നമ്മൾ ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിലിറ്ററി സംവിധാനത്തിന്റെ ആ ബലത്തിൽ തന്നെയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല, ഒരു പാർട്ടിക്കും മെമ്പർഷിപ്പ് ഉള്ള ആളല്ല, ഒരു പാർട്ടിക്കും ഞാൻ കൃത്യമായി ഇന്ന പാർട്ടിയെ സ്പെസിഫൈ ചെയ്ത് വോട്ട് കൊടുക്കാറുള്ള ആളല്ല. ഇതൊന്നുമല്ല. പക്ഷേ അത് എനിക്ക് മാനസികമായ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ പേഴ്സണലായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഞാനും ടീച്ചറാണ് ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ നിന്നും. എനിക്ക് പറയാനുള്ളത്, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന അവരുടെ പോയിന്റ്സിനെ പ്ലീസ് എല്ലാ പാർട്ടികളും കൺസിഡർ ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുക. അവര് കേൾക്കണം അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ ടീച്ചറാണ്. ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ CBSE നമുക്ക് എത്രയോ നല്ല ഉയർന്ന സ്റ്റാൻഡേർഡ് നിലവാരമുള്ള കുട്ടികളാണ്. ഇപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം ആ കുട്ടികൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം നമ്മളും പല കാര്യങ്ങളും കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു മൂല്യനിർണ്ണയത്തിനോ ആ കുട്ടികൾക്കുള്ള സൊല്യൂഷനോ ഒന്നും CBSE നാട്ടെ ഒരു കേന്ദ്രത്തിൽ നാട്ടെ അതിന്റെ ഒരു സൊല്യൂഷനും ഇപ്പോഴും സ്കാൻഡ് പേപ്പർ ഫോട്ടോകോപ്പി പേപ്പർ പോലും എടുക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം നാളെയാണെങ്കിലും ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ ഫ്യൂച്ചറും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അതിൽ വരുമ്പോൾ. അപ്പൊ അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.